കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ. മരുന്നുകളോടുള്ള പ്രതികരണം പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. നിലവിൽ പയ്യോളി സ്വദേശിയായ 14 വയസ്സുകാരൻ മാത്രമാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേറ്റ് ചേരുന്നു. ഇർഫാൻ, പ്രതീക്ഷാ നിർഭരമായ വാർത്തയാണ് ഏതായാലും അവിടെ നിന്നും പുറത്തു വരുന്നത്. ഡോക്ടർമാർ ഈ കുട്ടിയുടെ അസുഖ വിവരം സംബന്ധിച്ച് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്? നിലവിൽ 14 വയസ്സുകാരനായ പയ്യോളി സ്വദേശി മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത്, രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുന്നത്. കുട്ടി ഇപ്പോൾ ഇവര് ആശുപത്രി നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് രോഗമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ നമ്മളോട് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരണം വരണമെങ്കിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് അതിന്റെ ടെസ്റ്റ് റിസൾട്ട് കൂടി എന്ന് വരേണ്ടതുണ്ട്. അതിന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഡോക്ടർ നമ്മളോട് പങ്കുവെക്കുന്നത്. ഇത് 95% മരണനിരക്ക് എന്നുള്ളത് ഒരു ആശങ്ക പടർന്നുണ്ടെങ്കിലും ഈ രോഗം ബാധിച്ച കുട്ടിക്ക് നിലവിൽ മരുന്നുകളുള്ള പ്രതികരണം വലിയ ആശ്വാസം നൽകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി മരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതുവരെ മൂന്നാളുകളാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മരിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ മരുന്നുകളുള്ള പ്രതികരണം വലിയ ആശ്വാസം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ നിന്നുൾപ്പെടെ മരുന്ന് എത്തിച്ചിട്ടുണ്ട്. ഇതോടെ 7 ഇനം മരുന്നുകളാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ് ഡോക്ടർ നമ്മളോട് പങ്കുവെക്കുന്നത്. ജർമ്മനിയിൽ നിന്നും മിൽറ്റിഫോസിൻ എന്ന മരുന്നാണ് ആരോഗ്യവകുപ്പ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ മരുന്നുകളോടെല്ലാം തന്നെ കുട്ടി പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേറ്റാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.